പത്തനംതിട്ട പേഴുംപാറയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു. 17 ഏക്കർ കോളനിയിലെ പൊന്നമ്മയുടെ വീടിനാണ് അജ്ഞാതർ തീവച്ചത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും തീവച്ച് നശിപ്പിച്ച നിലയിലാണ്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ലിബിഷ, പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറയിലാണ് അജ്ഞാതർ വീടിന് തീയിട്ടതായി കരുതപ്പെടുന്നത്. 17 ഏക്കർ കോളനിയിലെ പൊന്നമ്മയുടെയും അതുപോലെ തന്നെ രാജ്കുമാറിന്റെയും വീടിനാണ് തീയിട്ടത്. മുറ്റത്തിരുന്ന ബൈക്കിനും തീയിട്ടു. എന്തായാലും നായ്ക്ക് വീട്ടിലുണ്ടായിരുന്ന നായ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് വീടിന് തീയിട്ടതായി കരുതുന്നത്. ഏതാണ്ട് രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും രാജ്കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ രാജ്കുമാറിന്റെ കാറും കത്തി നശിച്ചിരുന്നു. അന്നും രാജ്കുമാർ പ്രതികരിച്ചില്ല. പോലീസിന് കേസ് ഇല്ല എന്നാണ് പോലീസിനോടും പറഞ്ഞിരുന്നത്. സന്തോഷ്, ഒരു നിമിഷം തുടരുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അയൽവാസിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതിലേക്കൊന്ന് പോകാം. രാത്രി പട്ടിയുടെ കുര കേട്ടോണ്ടാണ് ഞാൻ ഉണർന്ന പിന്നെ ഒരു മണിയായപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. പിന്നെ അത് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പട്ടിയുടെ കുര അങ്ങ് നിന്ന് ഒരു വെളിച്ചം റൂമിലേക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തീ ആളിക്കത്തുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഇരുന്ന ബൈക്ക് കത്തി തീ അങ്ങ് ആളിപ്പടരുകയായിരുന്നു. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഉടനെ എല്ലാവരും കൂടെ കൂടി തീ വെള്ളമൊഴിച്ച് കെടുത്തുകയും പിന്നെ ഫയർഫോഴ്സ് തീ കെടാതെ പിന്നെയും തീ പുകയെന്ന് കണ്ടുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് രാത്രി തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സുകാർ വന്നു. വെള്ളമെല്ലാം ഒഴിച്ച് തീ കെടുത്തി. പിന്നെ ഉടൻ പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. പോലീസുകാർ ഉടൻ തന്നെ എത്തി വേണ്ട നടപടികളൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. സന്തോഷ് തുടരുന്നുണ്ട്. സന്തോഷ്, അയൽവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഇവരുമായിട്ട് ഈ വീട്ടുകാരുമായിട്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പക്ഷേ അങ്ങനെ തർക്കമുള്ളതായിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും രാജ്കുമാർ മുമ്പ് 2 മാസം മുമ്പ് ഇയാളുടെ കാറും സമാന നിലയിൽ കത്തിപ്പോയിരുന്നു. അന്നും രാജ്കുമാർ പോലീസിനോട് പരാതി ഇല്ല എന്നാണ് പറഞ്ഞത്. അന്ന് അതിന്റെ ഒരു നിഗമനത്തിലെത്തിയത് അത് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്ന നിഗമനത്തിലാണ് എത്തിയത്. എന്തായാലും ഈ കഴിഞ്ഞ രാത്രിയിലും ഇതുപോലെ സമാനമായ ബൈക്ക് അടക്കം വീടിന്റെ ഭാഗികമായും കത്തുന്ന സാഹചര്യത്തിലും പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിട്ടും രാജ്കുമാർ ഒരിക്കലും പരാതിക്ക് തയ്യാറായില്ല. രാജ്കുമാർ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. രാജ്കുമാർ ഈ ചെണ്ടയൊക്കെ കൊട്ടാൻ പോകുന്ന മേളക്കാരനെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇനി ആ വഴിക്കുള്ള ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നും അറിയില്ല. എന്തായാലും ഒരു ദുരൂഹതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം രാജ്കുമാർ ഒരിക്കലും ഈ 2 തവണയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു പരാതി നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. രാജ്കുമാറിന്റെ ഇന്നലെ ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. രാജ്കുമാറിന്റെ ഭാര്യയുമായി അകന്ന് കഴിയുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു ദുരൂഹമായ സാഹചര്യമുണ്ട്. കാരണം 2 തവണയായിട്ട് ഇപ്പൊ സമാന നിലയിൽ ഈ തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു. രാജ്കുമാർ പ്രതികരിക്കുന്നുമില്ല. എന്തായാലും അയൽവാസിയായിട്ടുള്ള ബന്ധുവും സ്മിത രാജീവുമാണ് നമ്മളോട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പേഴുംപാറയിലെ ഒരു അജ്ഞാതമായ ഒരു തീപിടുത്തം എന്ന നിലയിൽ ആ സമീപവാസികൾക്ക് ഒരു ആശങ്കയുണ്ട് താനും. ലിബീഷ്, സന്തോഷ്, ഈ 2 തവണ തീപിടുത്തമുണ്ടായിട്ടും ഒരു പരാതിയുമില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായി തന്നെ തോന്നുകയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസിന് ഈ കാര്യത്തിൽ അതായത് ഈ രാജ്കുമാറിന് 2 തവണ 2 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ കാറാണ് കത്തിപ്പോയത്. അന്നും ഇതുപോലെ തന്നെ രാജ്കുമാർ പ്രതികരിച്ചു. എനിക്ക് പരാതിയില്ല എന്ന നിലയിലാണ് വന്നത്. അന്ന് രാജ്കുമാർ പറഞ്ഞത് ഇത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചങ്ങനെ കത്തിയതായിരിക്കാം എന്ന നിലയിലാണ് ഒരു പ്രതികരണം ഉണ്ടായത്. ഇന്നലെ രാത്രിയിൽ വീടിന്റെ പാതിയും അതോടൊപ്പം തന്നെ ബൈക്കും കത്തിപ്പോയിരിക്കുന്നു. എന്നിട്ടും രാജ്കുമാർ ഒരു കാരണവശാലും പരാതിപ്പെടുകയോ മറ്റുള്ളവരോട് പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അതിൽ തന്നെ പോലീസിന് ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് കാര്യങ്ങൾ കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കും എന്ന് കരുതുന്നു. നിമിഷ്, ശരി സന്തോഷ്. പത്തനംതിട്ട പേഴുംപാറയിലാണ് അജ്ഞാതർ വീടിന് തീയിട്ടത്. 17 ഏക്കർ കോളനിയിലെ പൊന്നമ്മയുടെ വീടിനാണ് തീവച്ചത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും കത്തി നശിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.